ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മഷ്റൂം മസാല, അതായത് കൂണ് കൊണ്ടുള്ള മസാല കറി. അപ്പോൾ കൂണ് കൊണ്ടുള്ള മഷ്റൂം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. നമ്മുടെ പാൻ ചൂടായി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കനോള ഓയിലാണ്. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, അതായത് കറുവപ്പട്ടയുടെ ഒരു ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു ഗ്രാമ്പൂ, 2 ചെറിയ പീസ് കറുവപ്പട്ട. ഇത് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് വഴണ്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ടു. ഇതിലേക്ക് ഇനി 6 പീസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത് ആവശ്യത്തിന് വഴണ്ടു. ഇത് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, അത് കാരണമാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് 1 മിനിറ്റോളം ചെറു തീയിൽ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഞാൻ തൈരിന് പകരം ഉപയോഗിക്കുന്നതാണ് സവർ ക്രീം. അപ്പോൾ സവർ ക്രീം ഈസിലി മാർക്കറ്റിൽ മേടിക്കാൻ അവൈലബിൾ ആണ്. അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് ചെറു തീയിൽ വഴറ്റിയെടുക്കാം. ഇത് റെഡിയായി. കണ്ടോ, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടെ സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ടൊമാറ്റോ ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് തുറക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് പകർത്തി തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിത് തണുത്ത് കഴിഞ്ഞപ്പോൾ നന്നായി അരച്ചെടുത്തു. ഇതാണ് അരച്ചെടുത്ത മസാല. ഇനി നമുക്ക് ഈ പാനിലോട്ട് ഒരു മഷ്റൂം 4 കഷ്ണമായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മഷ്റൂമും ഫ്രോസൺ മഷ്റൂമാണ്, അതുകൊണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം കാണും. ആ വെള്ളം വറ്റുന്ന വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അധികം വേണ്ട, ചെറുതായിട്ട് 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വെള്ളം വറ്റുന്ന. ഞാൻ വാങ്ങിച്ച മഷ്റൂം ബ്രൗൺ കളറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കുന്നത്. ഇത് വൈറ്റ് കളർ മഷ്റൂം അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ ആ മഷ്റൂം വാങ്ങുക. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വെള്ളം വറ്റുന്ന വരെ ഒരു 1-2 മിനിറ്റ് നേരം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ മഷ്റൂം റോസ്റ്റായി. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മഷ്റൂമും മസാലയൊക്കെ ആയിട്ട് നന്നായി മിക്സായി കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്.
ഇത് ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി പൗഡർ ഇട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ മഷ്റൂം മസാല റെഡിയായി. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ മഷ്റൂം മസാല കൂണ് കറി റെഡിയായി. നല്ല രുചിയുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.